ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വാഹനങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നഗരത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കാറുകൾക്ക് നേരെയാണ് അപ്രതീക്ഷിതമായി മിസൈൽ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന്റെ ആഘാതത്തിൽ വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. അതിശക്തമായ സ്ഫോടനത്തിന്റെ പ്രത്യാഘാതമായി സമീപത്തെ നിരവധി കെട്ടിടങ്ങൾക്കും കടകൾക്കും വ്യാപകമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ആളപായം ഉണ്ടായതായും പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം ലഭിച്ചയുടൻ തന്നെ സുരക്ഷാ സേനയും ആംബുലൻസുകളും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി. തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും കത്തിയമർന്ന വാഹനങ്ങൾക്കിടയിലും കുടുങ്ങിക്കിടന്നവരെ പുറത്തെടുക്കാനുള്ള ഊർജിതമായ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പരിക്കേറ്റവരെ ബെയ്റൂട്ടിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ലെബനനിൽ സമീപകാലത്തായി ഇസ്രായേൽ അതിശക്തമായി തുടരുന്ന സൈനിക നടപടികളുടെ തുടർച്ചയായാണ് ഈ ആക്രമണവും വിലയിരുത്തപ്പെടുന്നത്. പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.